Hi students, ACCA BTയുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കുറച്ച് ബേസിക് ഓർഗനൈസേഷണൽ കോൺസെപ്റ്റ്സ് ആണ്. സെക്കൻഡ് ചാപ്റ്ററിന്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ബേസിക് ഓർഗനൈസേഷണൽ കോൺസെപ്റ്റ്സ് ആണ്. വെൽക്കം ടു എൻട്രി കൊമേഴ്സ് പ്രോ. ഐ എം അഞ്ജലി പീറ്റർ, യുവർ ACCA ഫാക്കൽറ്റി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സെപ്പറേഷൻ ഓഫ് ഡയറക്ഷൻ ആൻഡ് മാനേജ്മെന്റ് നോക്കുന്നുണ്ടാകും. അതുപോലെ സ്കെയിലർ ചെയിൻ, സ്പാൻ ഓഫ് കൺട്രോൾ, ടോൾ ആൻഡ് ഫ്ലാറ്റ് ഓർഗനൈസേഷൻസ്, ഓഫ് ഷോറിംഗ്, ഷെയർഡ് സർവീസ് അപ്രോച്ച്, സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ, ലെവൽസ് ഓഫ് സ്ട്രാറ്റജി. ഇത്രയും ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുന്നത് സെപ്പറേഷൻ ഓഫ് ഡയറക്ഷൻ ആൻഡ് മാനേജ്മെന്റ് ആണ്. എന്താണ് ഈ ഒരു ഡയറക്ഷൻ മാനേജ്മെൻറ്റും കമ്പനിയുടെ ഓണർഷിപ്പും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്, അതാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ പല ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ് പഠിച്ചായിരുന്നു. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, കമ്പനിയൊക്കെ പഠിച്ചായിരുന്നു അല്ലേ. ഈ കമ്പനിയുടെ കേസിൽ വരുമ്പോൾ കമ്പനിയുടെ ഓണേഴ്സിനെ നമ്മൾ വിളിക്കുന്നത് എന്തെന്നായിരിക്കും? ഷെയർസ് ഹോൾഡ് ചെയ്തിട്ടുള്ള കമ്പനി ഓണേഴ്സിനെ നമ്മൾ വിളിക്കുക. കമ്പനിയുടെ ഓണേഴ്സ് ആരായിരിക്കും? ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും. ഇനി എപ്പോഴും ഈ ഷെയർ ഹോൾഡേഴ്സ് തന്നെയായിരിക്കും ഈ ഒരു കമ്പനിയുടെ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ കമ്പനിയുടെ ഓവറോൾ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്. ഇപ്പോൾ ചെറിയ കമ്പനിയൊക്കെ ആണെങ്കിൽ ഈ ഒരു ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സ് തന്നെയായിരിക്കും ഈ ഒരു കമ്പനിയുടെ ഓവറോൾ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതൊക്കെ. പക്ഷേ വലിയ കമ്പനീസിൻ്റെ കേസിലേക്ക് വരുമ്പോൾ അവിടെ ചിലപ്പോൾ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഈ സെയിം ഇൻവെസ്റ്റേഴ്സിന് തന്നെ ഒരുപാട് കമ്പനീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഓണേഴ്സിന് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് കമ്പനിയെ മാനേജ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അവർ കുറച്ചുകൂടെ സ്കിൽഡ് ആയിട്ടുള്ള കുറച്ച് എക്സ്പേർട്സിനെ എന്ത് ചെയ്യും, ഈ ഒരു കമ്പനിയുടെ ഓപ്പറേഷൻസ് മാനേജ് ചെയ്യാനായിട്ട് ഷെയർ ഹോൾഡേഴ്സിന് പകരം കമ്പനിയുടെ കാര്യങ്ങൾ നോക്കി നടത്താനായിട്ട് അവർ വേറെ ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്യും. അവരെ നമ്മൾ വിളിക്കുന്നതാണെന്ത്? ഡയറക്ടേഴ്സ്. അപ്പോൾ കമ്പനിയുടെ ഓണേഴ്സ് ആരായിരിക്കും? ഷെയർ ഹോൾഡേഴ്സ് ആണ്. പക്ഷെ കമ്പനിയുടെ ഓവറോൾ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും നോക്കി നടത്തുന്നതൊക്കെ ആരായിരിക്കും? ഡയറക്ടേഴ്സ് ആയിരിക്കും. ചെറിയ കമ്പനിയൊക്കെ ആണെങ്കിൽ ഈ ഓണേഴ്സും ഷെയർ ഹോൾഡേഴ്സ് തന്നെയായിരിക്കും കമ്പനിയെ നോക്കുക, അവർ തന്നെയായിരിക്കും ഡയറക്ടേഴ്സ്. നമ്മൾ കുറച്ചുകൂടെ വലിയ കമ്പനീസിൻ്റെ കേസിൽ വരുമ്പോഴാണ് ഈ ഒരു സെപ്പറേഷൻ ക്ലിയർ ആയിട്ട് വരുന്നത്. സോ ദ ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ലാർജർ ഓർഗനൈസേഷൻ ആർ ഓഫ്റ്റൺ സെപ്പറേറ്റഡ്. അപ്പോൾ വലിയ ഓർഗനൈസേഷൻസിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഓണർഷിപ്പും മാനേജ്മെൻറ്റും തമ്മിലൊരു സെപ്പറേഷൻ ഉണ്ട്. ഓണേഴ്സ് ആരാണ്? ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും ഓണേഴ്സ് എന്ന് നമ്മൾ പറയുക, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും ഈ ഒരു കമ്പനിയുടെ ഓണേഴ്സ് എന്ന് പറയുക. പക്ഷെ ആ ഒരു കമ്പനിയെ മാനേജ് ചെയ്യാനായിട്ട് ഓവറോൾ കാര്യങ്ങളിൽ ഷെയർ ഹോൾഡേഴ്സിന് പകരം നോക്കി നടത്താനായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്ത്? ഡയറക്ടേഴ്സ് എന്ന് പറയുന്നു. ഡയറക്ടേഴ്സ് ഫോക്കസ് ഓൺ ക്രിയേറ്റിംഗ് ആൻഡ് മാനേജിങ് ഹൈ ലെവൽ സ്ട്രാറ്റജീസ് ഫോർ ദ ഓർഗനൈസേഷൻ. ഇനി ഈ ഡയറക്ടേഴ്സിൻ്റെ ഡ്യൂട്ടി എന്താണ്? ഈ ഒരു ഷെയർ ഹോൾഡേഴ്സിന് പകരം കമ്പനിയുടെ ഓവറോൾ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുക, ഹൈ ലെവലിലുള്ള സ്ട്രാറ്റജീസ് സെറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ ഡയറക്ടേഴ്സിൻ്റെ മെയിൻ ഫോക്കസ് വരുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പുതുതായിട്ട് ഏത് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ പുതിയ ഡിവിഷൻസ് സ്റ്റാർട്ട് ചെയ്യണോ, പുതിയ സ്റ്റോർ ലോഞ്ച് ചെയ്യണോ, അങ്ങനെ ലോങ് ടേമിലേക്കുള്ള സ്ട്രാറ്റജിക് ഡിസിഷൻസും കമ്പനിയുടെ ഓവറോൾ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നതൊക്കെ ആരായിരിക്കും? ഈ ഒരു ഡയറക്ടേഴ്സ് ആയിരിക്കും. ഇനി ഈ ഒരു ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിന് ചിലപ്പോൾ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും ഡയറക്ടേഴ്സിനെ സംബന്ധിച്ച് അവർ ഏറ്റവും ഹൈ ലെവലിലുള്ള ടോപ്പായിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും, അല്ലെങ്കിൽ ലോങ് ടേം കാര്യങ്ങൾക്ക്, സ്ട്രാറ്റജി കാര്യങ്ങൾക്കായിരിക്കും ഫോക്കസ് കൊടുക്കുന്നത്. അപ്പോൾ ഡയറക്ടേഴ്സിന് എപ്പോഴും ഈ കമ്പനിയുടെ ഓപ്പറേഷണൽ ലെവലിലുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത് മാനേജ് ചെയ്യാനായിട്ട്, ഓപ്പറേഷണൽ ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഡയറക്ടേഴ്സ് ആരെ അപ്പോയിൻറ്റ് ചെയ്യും? മാനേജേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യും. അപ്പോൾ മാനേജേഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുക? ഓപ്പറേഷണൽ ലെവലിലുള്ള കാര്യങ്ങൾ, മാനേജറൽ ഡിസിഷൻസ്, ഇപ്പോൾ ജൂനിയർ സ്റ്റാഫിനെ ഹയർ ചെയ്യുന്നത്, കസ്റ്റമർ കംപ്ലൈൻറ്റ്സ് ഡീൽ ചെയ്യുക, അങ്ങനെ ഓപ്പറേഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് ഡയറക്ടേഴ്സ് ആരെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും? മാനേജേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ച് ടോപ്പ് ലെവൽ വലിയ കമ്പനീസിലേക്ക് വരുമ്പോൾ, ലാർജ് കമ്പനീസിൻ്റെ കേസിൽ വരുമ്പോൾ കമ്പനിയുടെ ഓണേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? ഷെയർ ഹോൾഡേഴ്സ് ആണ്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് ഈ കമ്പനിയുടെ ടോപ്പ് ഹൈ ലെവൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഡിസിഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എപ്പോഴും ഇൻവോൾവ് ആകാൻ ടൈം കിട്ടുന്നില്ലാത്തതുകൊണ്ട് ഇവർ ആര് അപ്പോയിൻറ്റ് ചെയ്യും? ഡയറക്ടേഴ്സിനെ, എക്സ്പേർട്ട് ആയിട്ടുള്ള ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യും. ഡയറക്ടേഴ്സ് ഫോക്കസ് ചെയ്യുന്നത് ടോപ്പ് ലെവലിലുള്ള സ്ട്രാറ്റജിക് ലെവലിലുള്ള ലോങ് ടേം കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇവർക്ക് ഓപ്പറേഷണൽ കാര്യങ്ങളിൽ ടൈം കിട്ടില്ല. അതുകൊണ്ട് ഓപ്പറേഷണൽ കാര്യങ്ങൾ, ഡേ ടു ഡേ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യാനായിട്ട് ആരെ അപ്പോയിൻറ്റ് ചെയ്യും? മാനേജേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് സെപ്പറേഷൻ ഓഫ് ഡയറക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ് വരുന്നത്.
Then next വരുന്നൊരു കോൺസെപ്റ്റ് ആണ് സ്കെയിലർ ചെയിൻ. ദിസ് ഇസ് ദ ലൈൻ ഓഫ് അതോറിറ്റി വിച്ച് ക്യാൻ ബി ട്രേസ്ഡ് അപ്പ് ഓർ ഡൗൺ ദ ചെയിൻ ഓഫ് കമാൻഡ് ഫ്രം മോസ്റ്റ് സീനിയർ മെമ്പർ ഓഫ് സ്റ്റാഫ് ടു ദ മോസ്റ്റ് ജൂനിയർ. അതായത് നമ്മൾ ഓർഗനൈസേഷൻസ് എടുത്ത് നോക്കുമ്പോൾ വലിയ കമ്പനീസിൻ്റെ കേസിൽ അവിടെ കറക്റ്റ് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും. അതായത് ടോപ്പ് ലെവലിൽ നമുക്ക് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും, അവരുടെ താഴെ മാനേജേഴ്സ് ഉണ്ടായിരിക്കും, ഈ മാനേജേഴ്സിൻ്റെ താഴെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റൽ വൈസ് ഹെഡ്സ് ഉണ്ടായിരിക്കും, ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഹെഡ് ഉണ്ടായിരിക്കും, അതിൻ്റെ താഴെ ടീംസ് വരും, ടീം ലീഡ്സ് വരും, അതിൻ്റെ താഴെ സ്റ്റാഫ് വരും എന്നിങ്ങനെ കറക്റ്റായിട്ടൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും, ഒരു ലൈൻ ഓഫ് അതോറിറ്റി ഉണ്ടായിരിക്കും. ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് സ്കെയിലർ ചെയിൻ. ദിസ് റിലേറ്റ്സ് ടു നമ്പർ ഓഫ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ എത്ര ലെവൽസ് ആയിട്ടാണ് മാനേജ്മെൻറ്റ് വരുന്നത്, ആ ഒരു ലൈൻ ഓഫ് അതോറിറ്റിയാണ് നമ്മൾ എന്തെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്കെയിലർ ചെയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സ്കെയിലർ ചെയിൻ എന്ന് പറയുമ്പോൾ മിക്കവാറും നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ കണക്ട് ചെയ്ത് വരുന്നത് നമ്പർ ഓഫ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ആണ്, അല്ലെങ്കിൽ ലൈൻ ഓഫ് അതോറിറ്റി ആണ്. അപ്പോൾ ആ ഒരു കണക്ഷൻ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് സ്പാൻ ഓഫ് കൺട്രോൾ. നമ്മൾ സ്കെയിലർ ചെയ്യുന്ന ഉദ്ദേശിക്കുന്ന എത്ര ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചർ, ആ ലൈൻ ഓഫ് അതോറിറ്റിയാണ്. ഇനി സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഓരോ മാനേജറുടെ അണ്ടറിലും എത്ര മെമ്പേഴ്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മാനേജർ ഡയറക്റ്റ്ലി എത്ര, ഒരു മാനേജറുടെ അടുത്ത് ഡയറക്റ്റ്ലി എത്ര എംപ്ലോയീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതാണ് സ്പാൻ ഓഫ് കൺട്രോൾ വരുന്നത്. എ മാനേജർ സ്പാൻ ഓഫ് കൺട്രോൾ ഇസ് ദ നമ്പർ ഓഫ് പീപ്പിൾ ഫോർ ഹൂം ദേ ആർ ഡയറക്ട്ലി റെസ്പോൺസിബിൾ. അതായത് ഒരു മാനേജറുടെ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്ന ആ ഒരു മാനേജറുടെ അണ്ടറിൽ എത്ര എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്, എത്ര എംപ്ലോയീസ് ആൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആ ഒരു നമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് ഉദ്ദേശിക്കുക, സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുക. ഇപ്പം ഞാനൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ആണെങ്കിൽ എൻ്റെ അണ്ടറിൽ ഒരു 10 എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്, അവർ ഡയറക്റ്റ്ലി എനിക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ സ്പാൻ ഓഫ് കൺട്രോൾ എത്രയായിരിക്കും, ആ ഒരു 10 ആയിരിക്കും. അപ്പോൾ ആ നമ്പർ ഓഫ് എംപ്ലോയീസ് ആണ് ഒരു മാനേജറുടെ അണ്ടറിലുള്ള ആൾക്ക് ഡയറക്റ്റ്ലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള റിപ്പോർട്ട് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ നമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് വിളിക്കുക. ഇനി എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഈ സ്പാൻ ഓഫ് കൺട്രോളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അതായത് നമ്പർ ഓഫ് എംപ്ലോയീസ്, ഒരു മാനേജർ അണ്ടറിൽ നമ്പർ ഓഫ് എംപ്ലോയീസ് കൂടുതലായിരിക്കണോ കുറവായിരിക്കണോ, അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വരുന്നത് നേച്ചർ ഓഫ് വർക്ക് ആണ്. മോർ റെപ്പിറ്റേറ്റീവ് ഓർ സിമ്പിൾ ദ വർക്ക് ദ വൈഡർ ദ സ്പാൻ ഓഫ് കൺട്രോൾ ക്യാൻ ബി. ഇപ്പോൾ നമ്മൾ ആ ഒരു മാനേജറുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ചെയ്യുന്ന കാര്യങ്ങൾ റെപ്പിറ്റേറ്റീവ് ആയിട്ടാണ്, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എല്ലാ ദിവസവും സെയിം കാര്യങ്ങളാണ്, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ മാനേജർക്ക് കൂടുതൽ പേരെ കൺട്രോൾ ചെയ്യും, കൂടുതൽ പേരുടെ വർക്ക് നോക്കാം. കാരണം സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്, അതുകൊണ്ട് മാനേജർക്ക് നമ്പർ ഓഫ് എംപ്ലോയീസ് കൂടുതലാണെങ്കിലും അവിടെ അത് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എന്തായിരിക്കും, സ്പാൻ ഓഫ് കൺട്രോൾ എന്തായിരിക്കും, വൈഡ് ആയിരിക്കും വരുന്നത്. പക്ഷേ ഈ ഒരു എംപ്ലോയീസ് ചെയ്യുന്ന വർക്ക് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, മാനേജർ കുറച്ചുകൂടെ അതിൽ ഇൻവോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴോ ആളുടെ അണ്ടറിൽ സ്പാൻ ഓഫ് കൺട്രോൾ, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ നമ്പർ എന്തായിരിക്കും, കുറവായിരിക്കും. വർക്ക് കോംപ്ലക്സ് ആണെങ്കിൽ ഒരു മാനേജറുടെ അണ്ടറിൽ വരുന്ന നമ്പർ ഓഫ് എംപ്ലോയീസ് കുറവായിരിക്കും. അപ്പോൾ എന്തായിരിക്കും, സ്പാൻ ഓഫ് കൺട്രോൾ നാരോ ആയിരിക്കും. നാരോ മീൻസ് കുറച്ചായിരിക്കും, വൈഡർ മീൻസ് കൂടുതൽ എംപ്ലോയീസ് ഉണ്ടാകും. Then next, type of personnel. More skilled and motivated the managers and other staff members are, the wider the span of control can be. ഇനി ഈ ഒരു മാനേജറുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ സ്കിൽഡ് ആണ്, കറക്റ്റായിട്ട് വർക്ക് അറിയാവുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ കൂടുതൽ നമ്പർ ഓഫ് എംപ്ലോയീസ്, അല്ലെങ്കിൽ കൂടുതൽ നമ്പർ വന്നാലും മാനേജർക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കേസിൽ എന്തായിരിക്കും, സ്പാൻ ഓഫ് കൺട്രോൾ വൈഡ് ആയിരിക്കും. പക്ഷേ കുറച്ചുകൂടെ അൺസ്കിൽഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വർക്ക് അറിയില്ലാത്ത ആൾക്കാരാണെങ്കിലോ ഈ ഒരു മാനേജറുടെ അണ്ടറിലുള്ളത്, അങ്ങനെയാണെങ്കിൽ മാനേജർ കുറച്ചുകൂടെ അതിൽ കുറച്ച് പേരെ കൺട്രോൾ ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ ആൾക്ക് ടൈം വേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എന്തായിരിക്കും, സ്പാൻ ഓഫ് കൺട്രോൾ നാരോ ആയിരിക്കും വരുന്നത്. ഇനി വർക്കേഴ്സ് സ്കിൽഡ് ആണ്, മോട്ടിവേറ്റഡ് ആണെങ്കിൽ എന്താണ്, കൂടുതൽ വർക്കേഴ്സിനെ അല്ലെങ്കിൽ കൂടുതൽ എംപ്ലോയീസിനെ മാനേജർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആ ഒരു കേസിൽ എന്തായിരിക്കും, സ്പാൻ ഓഫ് കൺട്രോൾ വൈഡ് ആയിരിക്കും വരിക, കൂടുതൽ എംപ്ലോയീസിനെ ആൾക്ക് ഹാൻഡിൽ ചെയ്യാം. ദെൻ നെക്സ്റ്റ് വരുന്നത് ലൊക്കേഷൻ ഓഫ് പേഴ്സണൽ. If personnels are allocated locally, it takes relatively little time and efforts to supervise them. This allows the span of control become wider.
ഇനി ഈ ഒരു മാനേജറുടെ അണ്ടറിൽ റിപ്പോർട്ടിംഗ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും സെയിം ലൊക്കേഷനിൽ തന്നെയാണെങ്കിൽ എന്തായിരിക്കും, ആൾക്ക് കൺട്രോൾ ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കൂടുതൽ എംപ്ലോയീസിനെ ആൾക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും, കൂടുതൽ സബോർഡിനേറ്റ്സിനെ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മാനേജർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വരുന്നതാണ് ലൊക്കേഷൻ. ഇഫ് പേഴ്സണൽ ആർ ഓൾ ലൊക്കേറ്റഡ് ലോക്കലി ഇറ്റ് ടേക്ക് റിലേറ്റീവ്ലി ലിറ്റിൽ ടൈം ആൻഡ് എഫേർട്സ് ടു സൂപ്പർവൈസ് ദം. ദിസ് അലൗ ദ സ്പാൻ ഓഫ് കൺട്രോൾ ടു ബിക്കം വൈഡർ. ഇപ്പോൾ ഈ ഒരു മാനേജറുടെ അണ്ടറിലുള്ള എംപ്ലോയീസ് സെയിം ലൊക്കേഷനിൽ തന്നെയാണെങ്കിൽ ഈസി ആയിട്ട് അവരെ മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു മാനേജറുടെ അണ്ടറിൽ കൂടുതൽ എംപ്ലോയീസ് റിപ്പോർട്ടിംഗ് ആയിട്ട് ഉണ്ടാകും. അപ്പോൾ സ്പാൻ ഓഫ് കൺട്രോൾ എങ്ങനെയായിരിക്കും, വൈഡ് ആയിരിക്കും. പക്ഷേ എംപ്ലോയീസ് ഡിഫറെൻറ്റ് ലൊക്കേഷനിലാണെങ്കിൽ കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാനും ഡിഫിക്കൾട്ട് ആയിരിക്കും. ആ ഒരു കേസിൽ സ്പാൻ ഓഫ് കൺട്രോൾ എങ്ങനെയായിരിക്കും, നാരോ ആയിരിക്കും വരുന്നത്. അപ്പോൾ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു മാനേജറുടെ അണ്ടറിൽ എത്ര നമ്പർ ഓഫ് എംപ്ലോയീസ് റിപ്പോർട്ടിംഗ് ഉണ്ട്, അതാണ് നമ്മൾ സ്പാൻ ഓഫ് കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ടോൾ ആൻഡ് ഫ്ലാറ്റ് ഓർഗനൈസേഷൻ. ടോൾ ഓർഗനൈസേഷൻസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ അവിടെ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് കൂടുതലായിരിക്കും, കൂടുതൽ ലെവൽസ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ടോപ്പ് ലെവൽ ഉണ്ടായിരിക്കും, അതിനുശേഷം നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ് വരുന്നുണ്ടായിരിക്കും, അവരുടെ അണ്ടറിൽ വീണ്ടും ടീംസ് വരുന്നുണ്ടായിരിക്കും, ടീം ഹെഡ്സ് വരുന്നുണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഓർഗനൈസേഷൻ എന്തായിരിക്കും, ആ ഒരു സ്ട്രക്ചർ നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം എന്തായിരിക്കും, ടോൾ ആയിരിക്കും. അതിനെ നമ്മൾ ടോൾ ഓർഗനൈസേഷൻസ് എന്നായിരിക്കും വിളിക്കുക. ഇനി ഈ ഒരു ലെവൽസ് കുറവാണ്, ഒരുപാട് ലെവൽസ് ആയിട്ടല്ല മാനേജ്മെന്റ് വരുന്നത്, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, ഫ്ലാറ്റ് ഓർഗനൈസേഷൻ ആയിരിക്കും വരുന്നത്. സോ ടോൾ ഓർഗനൈസേഷൻ മെനി ലെവൽസ് ഓഫ് മാനേജ്മെന്റ്, അവിടെ ലെവൽ ഓഫ് മാനേജ്മെന്റ് കൂടുതലായിരിക്കും. ഇനി ആ ഒരു കേസിൽ ടോൾ ഓർഗനൈസേഷന്റെ കേസിൽ സ്കെയിലാ ചെയിൻ എങ്ങനെയാണ്, ലോങ് ആണ്, കാരണം നമ്പർ ഓഫ് ലെവൽസ് കൂടുതലാണ്. ഇനി ഇവിടെ സ്പാൻ ഓഫ് കൺട്രോൾ എങ്ങനെയായിരിക്കും, ഒരുപാട് ലെവൽസ് വരുന്നത് കൊണ്ട് തന്നെ ഒരു മാനേജറുടെ അണ്ടറിലുള്ള നമ്പർ ഓഫ് എംപ്ലോയീസ് എങ്ങനെയായിരിക്കും, കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ, കൂടുതൽ മാനേജേഴ്സ് വരുന്നുണ്ട്, കൂടുതൽ ലെവൽസ് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു മാനേജറുടെ അണ്ടറിൽ വരുന്ന എംപ്ലോയീസിൻ്റെ നമ്പർ കുറവായിരിക്കും. അതുകൊണ്ട് എന്തായിരിക്കും, സ്പാൻ ഓഫ് കൺട്രോൾ എങ്ങനെയായിരിക്കും, നാരോ ആയിരിക്കും വരുന്നത്. മോർ ബ്യൂറോക്രാറ്റിക് ആയിരിക്കും, കാരണം എന്ന് വെച്ചാൽ ഒരു മാനേജറുടെ അണ്ടറിൽ കുറവ് എംപ്ലോയീസ് വരുന്നതുകൊണ്ട് തന്നെ അവരെ കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് take longer to make decisions due to large number of levels of management that needs to be involved. ഇനി ഇവിടെ ഒരുപാട് ലെവൽസിലായിട്ട് മാനേജ്മെന്റ് വരുന്നത് കൊണ്ട് തന്നെ ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ അവിടെ ഒരുപാട് ടൈം വരും, കാരണം കുറച്ച് അപ്രൂവൽസ് വേണ്ടി വരും, ടോപ്പ് ലെവൽ മാനേജേഴ്സിൻ്റെ അപ്രൂവൽസ് വേണ്ടി വരും. അപ്പോൾ അവിടെ നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് ടൈം എടുക്കുന്നുണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫ്ലാറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ഒന്നും വരുന്നില്ല, ഡയറക്റ്റ് ടോപ്പ് ലെവൽ മാനേജേഴ്സ് അവരുടെ അണ്ടറിൽ എന്ത് ചെയ്യുന്നു, എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നു. നമുക്ക് ടീം ഹെഡ്സ് ആയിട്ട് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് ആയിട്ട് ഒരുപാട് ലെവൽസ് വരുന്നില്ല. അപ്പോൾ ഫ്ലാറ്റ് ഓർഗനൈസേഷൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ആ ഒരു ലെവൽസ് ഓഫ് മാനേജ്മെന്റ് കുറവായിരിക്കും, അതായത് സ്കെയിലാ ചെയിൻ എങ്ങനെയായിരിക്കും, ഷോർട്ട് ആയിരിക്കും. ഇനി സ്പാൻ ഓഫ് കൺട്രോളോ, ഇവിടെ ഒരുപാട് ലെവൽസ് വരുന്നില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് ലെവൽസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു മാനേജറുടെ അണ്ടറിൽ തന്നെ എന്തായിരിക്കും, ഒരുപാട് നമ്പർ ഓഫ് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ സ്പാൻ ഓഫ് കൺട്രോൾ എങ്ങനെയായിരിക്കും, സ്പാൻ ഓഫ് കൺട്രോൾ വൈഡ് ആയിരിക്കും വരുന്നത്. ഇനി കൺട്രോൾ എങ്ങനെയായിരിക്കും, കൺട്രോൾ നോക്കുകയാണെങ്കിൽ ഒരു മാനേജറുടെ അണ്ടറിൽ തന്നെ ഒരുപാട് എംപ്ലോയീസ് വരുന്നത് കൊണ്ട് തന്നെ അവിടെ കൺട്രോൾ കുറച്ച് വീക്കായിരിക്കും. ഇനി ഇതുപോലെ തന്നെ ഇവിടെ എംപ്ലോയീസിന് പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റീസ് കുറവായിരിക്കും, കാരണം ഒരുപാട് ലെവൽസ് ഒന്നും വരുന്നില്ല, അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ഇവർക്ക് പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റീസ് കുറവായിരിക്കും. അപ്പോൾ സ്കെയിലാ ചെയിൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, സ്കെയിലാ ചെയിൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മുടെ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ആണ്, അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ലെവൽസ് ഉണ്ടെന്നാണ്. സ്പാൻ ഓഫ് കൺട്രോൾ എന്തായിരുന്നു, സ്പാൻ ഓഫ് കൺട്രോൾ ഒരു മാനേജറുടെ അണ്ടറിൽ തന്നെ എത്ര നമ്പർ ഓഫ് എംപ്ലോയീസ് ഉണ്ടെന്നാണ്. അപ്പോൾ ടോൾ ഓർഗനൈസേഷൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും, കൂടുതൽ ലെവൽസ് ഉണ്ടായിരിക്കും, അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കെയിലാ ചെയിൻ ലോങ് ആയിരിക്കും. പക്ഷെ സ്പാൻ ഓഫ് കൺട്രോൾ എങ്ങനെയായിരിക്കും, നമുക്ക് നാരോ ആയിരിക്കും, കാരണം ഒരു മാനേജറുടെ അണ്ടറിൽ കുറച്ച് എംപ്ലോയീസേ വർക്ക് ചെയ്യുന്നുള്ളൂ. ഇനി ഫ്ലാറ്റ് ഓർഗനൈസേഷൻ്റെ കേസിൽ വരുമ്പോഴോ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് കുറവാണ്, നമ്പർ ഓഫ് ലെവൽസ് കുറവാണ്, അപ്പോൾ സ്കെയിലാ ചെയിൻ എങ്ങനെയായിരിക്കും, ഷോർട്ടായിരിക്കും. സ്പാൻ ഓഫ് കൺട്രോളോ ലെവൽസ് കുറവായതുകൊണ്ട് തന്നെ ഒരു മാനേജറിന്റെ അണ്ടറിൽ ഒരുപാട് എംപ്ലോയീസ് വരുന്നുണ്ട്. സോ നമ്മുടെ സ്പാൻ ഓഫ് കൺട്രോൾ അവിടെ വൈഡ് ആയിരിക്കും വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന കോൺസെപ്റ്റ് ആണ് ഓഫ് ഷോറിംഗ്. ഓഫ് ഷോറിംഗ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ഔട്ട്സോഴ്സിംഗ് ഓർ റീലൊക്കേറ്റിംഗ് സം ഓഫ് ആൻ ഓർഗനൈസേഷൻ ഫങ്ഷൻസ് ഫ്രം വൺ കൺട്രി ടു അനദർ, യൂഷ്വലി ഇൻ ആൻ എഫേർട്ട് ടു റെഡ്യൂസ് കോസ്റ്റ്.
അപ്പോൾ ഓഫ് ഷോറിംഗ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കമ്പനിയിലെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യാണ്, കോസ്റ്റ് കുറയ്ക്കാനായിട്ട് വേറൊരു കൺട്രിയിലേക്ക് റീലൊക്കേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഔട്ട്സോഴ്സ് ചെയ്യാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കമ്പനി ഉള്ളത് UK വിചാരിക്കാം. അപ്പോൾ UK ഇപ്പോൾ എംപ്ലോയീസിൻ്റെയൊക്കെ കോസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അവരുടെ കോൾ സെൻറ്റർ എന്ത് ചെയ്യാണ്, ഇന്ത്യയിലേക്ക് അവർ റീലൊക്കേറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ എംപ്ലോയീസിനെ കൊണ്ട് ചെയ്യിക്കുകയാണ്, ഔട്ട്സോഴ്സ് ചെയ്യുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഓഫ് ഷോറിങ്. അപ്പോൾ ഒരു കമ്പനിയുടെ ഒരു ഫംഗ്ഷൻ നമ്മൾ വേറൊരു കൺട്രിയിലേക്ക് റീലൊക്കേറ്റ് ചെയ്യാണ് കോസ്റ്റ് കുറയ്ക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നതാണ് ഓഫ് ഷോറിങ്. ഇനി ഔട്ട്സോഴ്സിംഗുമായിട്ട് ഇതിന് ഡിഫറൻസ് ഉണ്ട്. ഔട്ട്സോഴ്സിംഗ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് മീൻസ് കോൺട്രാക്ടിങ് ഔട്ട് ആസ്പെക്ട്സ് ഓഫ് ദ വർക്ക് ഓഫ് ദ ഓർഗനൈസേഷൻ പ്രീവിയസ്ലി ഡൺ ഇൻ ഹൗസ് ടു സ്പെഷ്യലിസ്റ്റ് പ്രൊവൈഡേഴ്സ്. ഇനി ഈ ഒരു ഓഫ് ഷോറിങ്ങും ഔട്ട്സോഴ്സിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഔട്ട്സോഴ്സിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കമ്പനിയിലെ ഏതെങ്കിലും ഓൾറെഡി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഏജൻസിക്ക്, നമുക്കതിൽ ഫോക്കസ് ചെയ്യാൻ താല്പര്യമില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു തേർഡ് പാർട്ടി ഏജൻസിക്ക് ആ ഒരു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റ് പ്രൊവൈഡർക്ക് ആ ഒരു വർക്ക് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ്. അതാണ് നമ്മൾ ഔട്ട്സോഴ്സിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഓഫ് ഷോറിംഗ് വരികയാണെങ്കിൽ നമ്മുടെ കൺട്രിയിലേക്കായിരിക്കില്ല കൊടുക്കുക, വേറൊരു കൺട്രിയിലേക്ക് നമ്മൾ ഇതിനെ ഔട്ട്സോഴ്സ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷനെ റീലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഓഫ് ഷോറിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ നമുക്ക് അവിടെ കോസ്റ്റ് സേവ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ചിലപ്പോൾ ഇപ്പോൾ ഒരു വേറെ കൺട്രിയിലേക്ക് നമ്മൾ ഈ ഒരു ഫംഗ്ഷനെ റീലൊക്കേറ്റ് ചെയ്യുന്ന ടൈമിൽ അവിടെ ലാംഗ്വേജ് ബാരിയേഴ്സ് വരാം. ചിലപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഈ ഒരു ഏജൻസി കോൾ ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു ടോണോ കാര്യങ്ങൾ കറക്റ്റ് ആവണമെന്നില്ല, അല്ലെങ്കിൽ അതുപോലെ തന്നെ കൾച്ചറൽ ഡിഫറൻസസ് വരും. അങ്ങനെയുള്ള പ്രോബ്ലംസും നമുക്കവിടെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി നെക്സ്റ്റ് വരുന്ന കോൺസെപ്റ്റാണ് ഷെയർഡ് സർവീസസ് അപ്രോച്ച്. This approach involves restructuring the provision of certain services within the organization so that instead of the service being found in several parts of the organization, it is centralized into one specific part of the organization. അതായത് ഓർഗനൈസേഷനിൽ പല പാർട്ടിലായിട്ട് അല്ലെങ്കിൽ പല ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെൻട്രലൈസ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കമ്പനിയിൽ ഇപ്പോൾ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, സെയിൽസ് ഉണ്ട്, പ്രൊഡക്ഷൻ ഉണ്ട്, HR ഉണ്ട്, പർച്ചേസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, പല ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും IT ഫങ്ഷൻസ് സപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ ഒരു IT എക്സിക്യൂട്ടീവ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു IT എക്സിക്യൂട്ടീവിനെ, അല്ലെങ്കിൽ ആ ഒരു IT ഫംഗ്ഷൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അണ്ടറിൽ കൊണ്ടുവരുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുകയാണ്, സെൻട്രലൈസ് ചെയ്തിട്ട് മൊത്തത്തിലൊരു IT ഡിപ്പാർട്ട്മെൻറ്റ് ആ ഒരു ഓർഗനൈസേഷനിൽ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് അവിടെ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാനും ആ ഒരു വർക്ക് കുറച്ചുകൂടെ കോസ്റ്റ് കുറയ്ക്കാനായിട്ടും പറ്റും. അപ്പോൾ നമുക്ക് കോസ്റ്റ് സേവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പനിയുടെ പല പാർട്ടിൽ അല്ലെങ്കിൽ പല ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിൽ ചെയ്തുകൊണ്ടിരുന്ന ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റീസ്ട്രക്ചർ ചെയ്ത് സെൻട്രലൈസ് ചെയ്യുന്നു. ആ ഒരു അപ്രോച്ചിനെ നമ്മൾ വിളിക്കുന്നതാണ് the shared services approach. Staff dealing with IT across department would be transferred into a distinct IT department that offers service to the entire organization. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിലും സെപ്പറേറ്റ് IT സ്റ്റാഫിനെ നിർത്തുന്നില്ല, പകരം സെൻട്രലൈസ് ചെയ്തിട്ട് മൊത്തം ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ഒരു IT ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ കൊണ്ടുവരുന്നു. ദെൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഈ ഒരു IT ഡിപ്പാർട്ട്മെൻറ്റ് സർവീസ് കൊടുക്കുന്നു. ഇതാണ് ഷെയർഡ് സർവീസ് അപ്രോച്ച് വരുന്നത്. ദെൻ ഈ ഒരു അപ്രോച്ചിൻ്റെ അഡ്വാൻറ്റേജസ് വരുന്നത് improved quality of service provision, improved consistency of service, cost saving through greater efficiency and reduced duplication of roles. അപ്പോൾ നമ്മളിങ്ങനെ സെൻട്രലൈസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ക്വാളിറ്റി കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും, അതുപോലെ കോസ്റ്റ് സേവ് ചെയ്യാനായിട്ട് പറ്റും, അതുപോലെ വർക്ക് ഡ്യൂപ്ലിക്കേഷൻ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. നോട്ട് ദാറ്റ് ഷെയർഡ് സർവീസ് അപ്രോച്ച് ഈസ് മോർ ദാൻ സിംപ്ലി സെൻട്രലൈസിംഗ് ദ ഫംഗ്ഷൻ ഇൻ ടു വൺ പ്ലേസ്. ഇറ്റ് ഓഫ്റ്റൻ ഇൻവോൾവ് റണ്ണിംഗ് ദ സർവീസ് ആസ് എ സെപ്പറേറ്റ് ഇന്റേണൽ ബിസിനസ് ആൻഡ് ചാർജിങ് ദ റെസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ ഫോർ ഇറ്റ്സ് യൂസ്. ഇനി ഇത് ജസ്റ്റ് സെൻട്രലൈസിങ് മാത്രമല്ല, ചില കേസിൽ ഇവർ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഈ ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ ആ ഒരു സെപ്പറേറ്റ് സെൻട്രലൈസ് ചെയ്യുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്തായിരിക്കും, ഒരു ഇൻറ്റേർണൽ ബിസിനസ് ആയിട്ട് റൺ ചെയ്യുന്നുണ്ടായിരിക്കും. ഇവരുടെ സർവീസ് ഈ ഒരു കമ്പനിയിൽ ബാക്കി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കുമ്പോൾ അതിന് ചാർജ് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചില കേസിൽ ചിലപ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള കമ്പനീസിനും ഇവർ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, IT ഫങ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു അപ്രോച്ചിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഷെയർഡ് സർവീസ് അപ്രോച്ച്. ഒരു കമ്പനിയിൽ പല പാർട്ടിലായിട്ട് അല്ലെങ്കിൽ പല ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ അണ്ടറിലായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു ഫംഗ്ഷനെ നമ്മൾ റീസ്ട്രക്ചർ ചെയ്ത് സെൻട്രലൈസ് ചെയ്യുന്നു. എക്സാമ്പിൾ നമുക്കിപ്പോൾ IT ഡിപ്പാർട്ട്മെൻറ്റ് സെൻട്രലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ HR സെൻട്രലൈസ് ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് എടുക്കാം. ദെൻ നെക്സ്റ്റ് വരുന്ന കോൺസെപ്റ്റാണ്
centralization and decentralization. Another method of analyzing structures is by reference to the level at which decisions are made. നമ്മൾ ഏത് ലെവലിലാണോ ഡിസിഷൻസ് എടുക്കുന്നത്, ടോപ്പ് ലെവലിലാണോ അല്ലെങ്കിൽ ലോവർ ലെവലിലാണോ ഡിസിഷൻസ് എടുക്കുന്നത്, അതിൻ്റെ ബേസിസിൽ നമുക്ക് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ എന്ന കോൺസെപ്റ്റ് വരുന്നു. സെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ടോപ്പ് മാനേജ്മെൻറ്റ് ആയിരിക്കും എന്ത് ചെയ്യുക, ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത്. പവർ ഓഫ് പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ആർ എക്സ്ക്ലൂസീവ്ലി ഇൻ ദ ഹാൻഡ്സ് ഓഫ് ടോപ്പ് മാനേജ്മെൻറ്റ്. ടോപ്പ് മാനേജ്മെൻറ്റ് ആയിരിക്കും ഡിസിഷൻസ് എടുക്കുന്നതും എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്, പ്ലാനിങ് എല്ലാം എന്തായിരിക്കും, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ കണ്ടിലായിരിക്കും. upper level of an organization's hierarchy retain the authority to make decision. അപ്പോൾ ഇവിടെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ആയിരിക്കും എല്ലാ ഡിസിഷൻസ് എടുക്കുന്നത്, അവരുടെ കയ്യിലായിരിക്കും ഫുൾ പവർ അതോറിറ്റി. ദെൻ അവരെടുക്കുന്ന ഡിസിഷൻസ് എന്ത് ചെയ്യുന്നു, ജൂനിയേഴ്സ് ജസ്റ്റ് ഫോളോ ചെയ്യുന്നു. then നെക്സ്റ്റ് വരുന്നതാണ് ഡീസെൻട്രലൈസേഷൻ. ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പവർ ഡെലഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ആ ഡിസിഷൻ എടുക്കാനുള്ള പവർ ലോവർ ലെവലിലുള്ള മാനേജേഴ്സിനൂടെ ഡെലഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, ലോവർ ലെവലിലെ മാനേജേഴ്സിനും എന്താണ്, ചെറിയ ലോക്കൽ ലെവലിൽ ഡിസിഷൻസ് എടുക്കാനുള്ള പവർ ലോവർ ലെവൽ മാനേജ്മെൻറ്റിനുണ്ട്. ഡിസെമിനേഷൻ ഓഫ് പവേഴ്സ് ബൈ ടോപ്പ് മാനേജ്മെൻറ്റ് ടു ദ മിഡിൽ ഓർ ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. അപ്പോൾ പവർ എന്ത് ചെയ്തിട്ടുണ്ട്, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ലോവർ ലെവലിലുള്ള മാനേജേഴ്സിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഡെലഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ ഡെലഗേഷൻ ഓഫ് അതോറിറ്റി അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. അതോറിറ്റി ടു ടേക്ക് ഡിസിഷൻ ഈസ് പാസ് ഡൗൺ ടു യൂണിറ്റ്സ് ആൻഡ് പീപ്പിൾ അറ്റ് ലോവർ ലെവൽ. അപ്പോൾ ഇവിടെ ലോവർ ലെവൽ മാനേജേഴ്സിനും എന്ത് ചെയ്യാം, ഡിസിഷൻസ് എടുക്കാം. അപ്പോൾ സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ടോപ്പ് ലെവലിലായിരിക്കും ഡിസിഷൻസ് എടുക്കുക, അവരായിരിക്കും എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. ദെൻ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ലോവർ ലെവൽ മാനേജേഴ്സിലേക്ക് ആ ഒരു പവർ അല്ലെങ്കിൽ അതോറിറ്റി ഡെലഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലോവർ ലെവലിലുള്ള മാനേജേഴ്സിന് എന്ത് ചെയ്യാം, ഡിസിഷൻസ് എടുക്കാനായിട്ടുള്ള പവർ അവിടെയുണ്ട്. ഇനി ഈ ഒരു ഡീസെൻട്രലൈസേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഫസ്റ്റ് ആ ഒരു മാനേജ്മെൻറ്റ് സ്റ്റൈല്, അതുപോലെ മാനേജ്മെൻറ്റിൻ്റെയും എംപ്ലോയീസിൻ്റെയും എബിലിറ്റി, ജിയോഗ്രാഫിക് സ്പ്രെഡ്, സൈസ് ഓഫ് ഓർഗനൈസേഷൻ, സ്കെയിൽ ഓഫ് ആക്ടിവിറ്റീസ്, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എത്ര പവർ ഡെലഗേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ആ ഒരു ഡീസെൻട്രലൈസേഷൻ എന്നെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്തൊക്കെയാണ് വരുന്നത്? അഡ്വാൻറ്റേജസ് വരുന്നത് ഫസ്റ്റ്, സീനിയർ മാനേജ്മെൻറ്റ് ഫ്രീ ടു കോൺസെൻട്രേറ്റ് ഓൺ സ്ട്രാറ്റജി. അപ്പോൾ ചെറിയ ചെറിയ ലോക്കൽ ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ ഈ ഒരു അല്ലെങ്കിൽ ഓപ്പറേഷണൽ ഡിസിഷൻസ് ഒക്കെ ലോവർ ലെവലിലുള്ള മാനേജേഴ്സ് ഹാൻഡിൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ടോപ്പ് ലെവൽ മാനേജേഴ്സിന് എന്ത് ചെയ്യാം, ലോങ് ടേമിലേക്കുള്ള സ്ട്രാറ്റജി പരമായിട്ടുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ബെറ്റർ ലോക്കൽ ഡിസിഷൻസ് ഡ്യൂ ടു ലോക്കൽ എക്സ്പേർട്ടൈസ്. അപ്പോൾ ഓരോ ലൊക്കാലിറ്റിയിലും അവിടെ എക്സ്പേർട്ട് ആയിട്ടുള്ള ലോവർ ലെവൽ മാനേജേഴ്സ് ആയിരിക്കും ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ലൊക്കാലിറ്റിയിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയുള്ള ഡിസിഷൻസ് ആയതുകൊണ്ട് അത് കുറച്ചുകൂടെ ബെറ്റർ ആവാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ബെറ്റർ മോട്ടിവേഷൻ ഡ്യൂ ടു ഇൻക്രീസ് ട്രെയിനിങ് ആൻഡ് കരിയർ പാത്ത്. ഇവിടെ ലോവർ ലെവലിലുള്ള മാനേജേഴ്സിന് ഡിസിഷൻ മേക്കിംഗ് പവർ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, കുറച്ചുകൂടെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ ഈ ഒരു ലോവർ ലെവൽ മാനേജേഴ്സിന് അവിടെ ഡിഫറെൻറ്റ് ലെവൽസ് ഉണ്ട്, അവർക്കൊരു പ്രൊമോഷൻ അല്ലെങ്കിൽ കരിയർ ഓപ്പർച്യൂണിറ്റീസും വരുന്നുണ്ട്. ദെൻ ക്വിക്കർ റെസ്പോൺസ് ഓഫ് ഫ്ലെക്സിബിലിറ്റി ഡ്യൂ ടു സ്മോളർ ചെയിൻ ഓഫ് കമാൻഡ്. ഇവിടെ ഒരു ഡിസിഷൻ എടുക്കുന്ന ടൈമിൽ ലോവർ ലെവൽ മാനേജേഴ്സിനും ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ട്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റും, കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കും. ദെൻ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് വരുന്നത്? ഫസ്റ്റ്, ലോസ് ഓഫ് കൺട്രോൾ ബൈ സീനിയർ മാനേജ്മെൻറ്റ്. സീനിയർ മാനേജേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഡിസിഷൻ മേക്കിംഗ് പവർ അല്ലെങ്കിൽ അതോറിറ്റി ലോവർ ലെവൽ മാനേജേഴ്സിലേക്ക് നമ്മൾ പാസ് ഓൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ കൺട്രോൾ കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഡിസ്ഫങ്ഷണൽ ഡിസിഷൻസ് ഡ്യൂ ടു ലാക്ക് ഓഫ് ഗോൾ കോൺക്രുവൻസ്. ഇനി ഇവിടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് അല്ലെങ്കിൽ ജൂനിയർ ലെവൽ മാനേജേഴ്സ് ഡിസിഷൻ എടുക്കുമ്പോൾ ചിലപ്പോൾ അവരവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ബെനിഫിറ്റ് നോക്കിയിട്ടായിരിക്കും ഓവറോൾ ഓർഗനൈസേഷന് ഗോളായിട്ട് അത് ചിലപ്പോൾ അലൈൻ ചെയ്യാതെ വരാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ നെക്സ്റ്റ്, പോർ ഡിസിഷൻസ് മെയ്ഡ് ബൈ ഇൻഎക്സ്പീരിയൻസ്ഡ് മാനേജേഴ്സ്. ഇനി ലോവർ ലെവലിൽ വലിയ സ്കിൽഡ് അല്ലാത്ത അല്ലെങ്കിൽ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മാനേജേഴ്സ് തെറ്റായിട്ടുള്ള ഡിസിഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് ഓർഗനൈസേഷന് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് വരാനുള്ള ചാൻസ് അവിടെയുണ്ട്. ദെൻ ട്രെയിനിങ് കോഴ്സ്, നമ്മളിവിടെ ലോവർ ലെവൽ മാനേജേഴ്സിന് ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ട് വരും, അതിൻ്റെ കോസ്റ്റ് വരുന്നുണ്ടായിരിക്കും. അതുപോലെ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് റോൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി എന്തെങ്കിലും ഇൻഫോർമേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ സീനിയർ മാനേജേഴ്സ് അത് ലോവർ ലെവലിലുള്ള മാനേജേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ആ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്നതിലൊക്കെ നമുക്ക് എക്സ്ട്രാ കോസ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഡീസെൻട്രലൈസേഷൻ്റെ അഡ്വാൻറ്റേജസും അതുപോലെ ഡിസഡ്വാൻറ്റേജസും വരുന്നത്.
നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ലെവൽസ് ഓഫ് സ്ട്രാറ്റജി. ഇവിടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ആൻ്റണീസ് ട്രയാങ്കിൾ ആണ്. അതായത് ഡിഫറെൻറ്റ് ലെവലിലെ മാനേജ്മെൻറ്റിൻ്റെ പ്ലാനിങ് ആണ് ഇവിടെ നമ്മൾ പഠിക്കുക. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്നത് സ്ട്രാറ്റജിക് പ്ലാനിങ് ആണ്. നെക്സ്റ്റ് മിഡിൽ ലെവലിൽ വരുന്നത് ടാക്ടിക്കൽ പ്ലാനിങ് ആണ്. ദെൻ തേർഡ് ലെവലിൽ വരുന്നത് ഓപ്പറേഷണൽ പ്ലാനിങ് ആണ്. ഇതിൽ സ്ട്രാറ്റജിക് പ്ലാനിങ് ചെയ്യുന്നത് ആരായിരിക്കും? നമ്മുടെ സീനിയർ മാനേജേഴ്സ് അല്ലെങ്കിൽ ടോപ്പ് ലെവലിലുള്ള മാനേജ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ സീനിയർ മാനേജ്മെൻറ്റ് എടുക്കുന്ന ഡിസിഷൻ അല്ലെങ്കിൽ അവർ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? ലോങ് ടേമിലേക്കുള്ള ഡിസിഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ എൻറ്റയർ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ലോങ് ടേമിലേക്കുള്ള സ്ട്രാറ്റജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്ത് ഏറ്റവും ടോപ്പ് ലെവലിൽ സീനിയർ മാനേജേഴ്സ് പ്ലാൻ ചെയ്യുന്നത്. ഇതിനെ നമ്മൾ പറയുന്നതാണ് സ്ട്രാറ്റജിക് പ്ലാനിങ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് പുതിയതായിട്ടൊരു സ്റ്റോർ ഓപ്പൺ ചെയ്യണോ, ക്ലോസ് ചെയ്യണോ, അല്ലെങ്കിൽ പുതിയ പ്രൊഡക്റ്റ് കൊണ്ടുവരണോ, അല്ലെങ്കിൽ ഫണ്ട് റേസ് ചെയ്യണോ, ഇങ്ങനെയുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോങ് ടേമിലേക്കുള്ള കാര്യങ്ങളായിരിക്കും എന്ത് സീനിയർ മാനേജേഴ്സ് പ്ലാൻ ചെയ്യുന്നത്. ഇതാണ് സ്ട്രാറ്റജിക് പ്ലാനിങ്. ഇനി നെക്സ്റ്റ് വരുന്ന ലെവൽ ഓഫ് പ്ലാനിങ് ആണ് ടാക്ടിക്കൽ പ്ലാനിങ്. അതായത് സീനിയർ മാനേജേഴ്സിൻ്റെ താഴെ നമുക്ക് മിഡിൽ ലെവൽ മാനേജേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു മാനേജേഴ്സ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ടുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഓരോ ഡിവിഷൻ്റെ ഹെഡായിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ഡിവിഷൻ്റെ വേണ്ടിയുള്ള കാര്യങ്ങളിലായിരിക്കും ഇവർ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടെന്ന് വിചാരിക്കും ഒരു കമ്പനിക്ക്. അപ്പോൾ ആ ഒരു ബ്രാഞ്ച് ഹെഡായിട്ടുള്ള ആൾക്കാർ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു ബ്രാഞ്ചിൻ്റെ ഓവറോൾ കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ ആ ഒരു ലോക്കൽ ലെവലിൽ എന്തെല്ലാം ഓഫേഴ്സ് കൊടുക്കണം, അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ആ ഒരു ഡിവിഷൻ്റെ ഗ്രോത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. ഇതാണ് നമുക്ക് ടാക്ടിക്കൽ പ്ലാനിങ്ങിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഓപ്പറേഷണൽ പ്ലാനിങ് ആണ്. ഏറ്റവും ജൂനിയർ ലെവലിലുള്ള ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന മാനേജേഴ്സ് ആയിരിക്കും നമ്മുടെ സൂപ്പർവൈസേഴ്സ്. ഇവരൊക്കെ ആയിരിക്കും ഈ ഒരു ഓപ്പറേഷണൽ പ്ലാനിങ്ങിൽ വരിക. ഷോർട്ട് ടേമിലേക്കുള്ള ഡേ ടു ഡേ കാര്യങ്ങളുടെ പ്ലാനിങ് ആയിരിക്കും നമുക്ക് ഓപ്പറേഷണൽ പ്ലാനിങ്ങിൽ വരെ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ എംപ്ലോയീസിൻ്റെ ലീവ്, അല്ലെങ്കിൽ പുതിയ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെയായിരിക്കും ഓപ്പറേഷണൽ പ്ലാനിങ്ങിൽ വരുന്നത്. അപ്പോൾ ലെവൽസ് ഓഫ് പ്ലാനിങ്ങിൽ നമുക്ക് 3 ലെവൽസ് വരുന്നുണ്ട്. ഏറ്റവും ടോപ്പ് ലെവലിൽ നമ്മുടെ സീനിയർ മാനേജേഴ്സിൻ്റെ പ്ലാനിങ് അല്ലെങ്കിൽ ഡിസിഷൻസ്, ഇതൊക്കെയാണ് എന്തിൽ വരിക? സ്ട്രാറ്റജിക് പ്ലാനിങ് വരിക. അതിന് താഴെ നമുക്ക് മിഡിൽ ലെവൽ മാനേജേഴ്സ് ഉണ്ട്. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡിവിഷൻ്റെ ഓവറോൾ ഗ്രോത്തിനുള്ള കാര്യങ്ങൾ പ്ലാനിങ്ങിലായിരിക്കും ഇവർ ഫോക്കസ് ചെയ്യുക. അതാണ് ടാക്ടിക്കൽ പ്ലാനിങ്. ദെൻ ഏറ്റവും താഴെ നമുക്ക് ലോവർ ലെവൽ മാനേജേഴ്സ് ഉണ്ട്, ജൂനിയർ മാനേജേഴ്സ് അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സ് വരും. ഇവർ ഡേ ടു ഡേ ഓപ്പറേഷൻസ് മാനേജ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ പ്ലാനിങ് കാര്യങ്ങളിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അതാണ് നമുക്ക് ഓപ്പറേഷണൽ പ്ലാനിങ് വരുന്നത്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓർഗനൈസേഷൻസിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ പറയുക. അതുപോലെ ക്ലാസ്സിൻ്റെ ഫീഡ്ബാക്ക് കൂടെ ജസ്റ്റ് ഒന്ന് അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.